ജയ് ഗുരുദേവ്. ഞാൻ സാജന്റ് സാജു എസ് ദാസ്. ഞാൻ സംവിധാനം ചെയ്ത സിനിമ ഗാർഡിയൻ ഏഞ്ചൽ മെയ് 17 വെള്ളിയാഴ്ച റിലീസാവുകയാണ്. 16 വർഷത്തെ പട്ടാള ജീവിതത്തിന് ശേഷം ഞാൻ തിരഞ്ഞെടുത്ത നെക്സ്റ്റ് കരിയറാണ് ഫിലിം ഇൻഡസ്ട്രി. സോ അതിൽ എൻ്റെ ആദ്യത്തെ സംരംഭമാണ് ഗാർഡിയൻ ഏഞ്ചൽ. ഇതിലെ തിരക്കഥ, സംഭാഷണം, സംവിധാനം, ലീഡ് ക്യാരക്ടർ എന്നുള്ളത് ചെയ്തത് ഞാനാണ്. അതുപോലെ തന്നെ ഈ സിനിമയിൽ നിങ്ങൾ അറിയുന്ന കുറേയധികം ആർട്ടിസ്റ്റ്, അഞ്ചിയമ്മ, മേജർ രവി, രാഹുൽ മാധവ്, ലക്ഷ്മി പ്രിയ, പക്രു ചേട്ടൻ, ഷാജു ശ്രീധർ പോലുള്ള നിറയെ താരങ്ങളും പുതുമുഖങ്ങളായ 50ഓളം പേരാണ് ഇതിൽ അഭിനയിക്കുന്നത്. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ് കുടുംബത്തിലെ കുറേയധികം പേര് ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. അഭിനയ രംഗത്തും അല്ലാതെയും കുറേയധികം ആർട്ട് ഓഫ് ലിവിങ് വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവരും ഡിവോട്ടീസ് ആയിട്ടുള്ളവരും ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ 2012 ആർട്ട് ഓഫ് ലിവിങ്ങിലേക്ക് വരുന്നത്. അതിനുശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മാറ്റങ്ങളാണ്. അതിൽ കുറേയധികം കോഴ്സുകൾ ചെയ്യാൻ പറ്റി. BSN ചെയ്തു, AMP ചെയ്തു, സഹജ് ചെയ്തു, അങ്ങനെ കുറേയധികം കോഴ്സുകൾ ഗുരുജിയുടെ അനുഗ്രഹത്താൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഗുരുജിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ പോലും ആശ്രമത്തിൽ പോയി ഗുരുജിയുടെ അനുഗ്രഹം മേടിച്ചു. ഇതെല്ലാം ജീവിതത്തിൽ ഒരു വലിയ നിമിത്തമാണ്. ഓക്കെ, അപ്പം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഗുരുജി ആയതുകൊണ്ടായിരിക്കാം ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തപ്പോഴും ആർട്ട് ഓഫ് ലിവിങ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മലയാള സിനിമയിലും മറ്റ് സിനിമകളിലും എനിക്ക് അറിഞ്ഞുകൂടാ, മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ബേസിക് കോഴ്സായ ഹാപ്പിനെസ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കവർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സിനിമയിലെ ഒരു വലിയ ഭാഗം തന്നെയാണ് ഈ ഒരു നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ്ങും ഗുരുജിയും. സോ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. ആർട്ട് ഓഫ് ലിവിങ് കുടുംബത്തിലെ എല്ലാവരും ഈ സിനിമ കാണണം, കുടുംബത്തോടു കൂടി പോയി കാണണം. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ്. നല്ലൊരു കഥയുണ്ട്. 5-7 ഗാനങ്ങളുള്ളൊരു സിനിമയാണ്. 5 ഗാനങ്ങൾ ഓൾറെഡി ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അതുപോലെ ട്രെയിലർ, ടീസർ എല്ലാം ഉണ്ട് യൂട്യൂബിൽ. ഈസ്റ്റ് കോസ്റ്റിൻ്റെ ചാനലിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആസ് ദി നെയിം സജസ്റ്റ്, പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഗാർഡിയൻ ഏഞ്ചൽ അല്ലേ, നമ്മളെ എന്നും കാത്തു സംരക്ഷിക്കുന്ന വ്യക്തി. ഓക്കെ, ദൈവം നമ്മുടെ മുന്നിൽ അവതരിക്കുന്ന ആ രൂപത്തെയാണ് നമ്മൾ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് പറയുക. അമ്മയുടെയും അച്ഛൻ്റെയും കൂട്ടുകാരുടെയും കൂട്ടുകാരിയുടെയും കുടുംബത്തിലുള്ളവരുടെയും അങ്ങനെ ഒരുപാട് രൂപങ്ങളിലാണ് ദൈവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. ഇത് പറഞ്ഞെന്ന് വേറെ ആരുമല്ല, ഗുരുദേവൻ തന്നെയാണ്. അപ്പം എൻ്റെ ഗാർഡിയൻ ഏഞ്ചൽ ആരാണെന്ന് ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ, തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രൊജക്റ്റായി ഇതിനെ എടുത്ത് ഫുൾ സപ്പോർട്ട് ചെയ്ത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണാൻ മനസ്സുണ്ടാവണം, പ്രാർത്ഥിക്കണം, ഷെയർ ചെയ്യണം. പാട്ടുകളുണ്ട്, ടീസറുണ്ട്, ട്രെയിലറുണ്ട്. പുതുമുഖമായതുകൊണ്ട് തന്നെ സപ്പോർട്ടിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കേരളത്തിലുള്ള ഒരുപാട് പേർക്ക് സിനിമയെക്കുറിച്ച് ചിലപ്പം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ കയ്യിലുള്ളൊരു വലിയൊരു ടീമാണ് എൻ്റെ ആർട്ട് ഓഫ് ലിവിങ് ടീം. പാലക്കാട് ജില്ലയിലെ ഒട്ടുമിക്ക ആർട്ട് ഓഫ് ലിവിങ് ടീമും കൂടെ തന്നെ ഉണ്ട്. ജയപ്രകാശ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വൻ ഒരു മെഗാ ടീം തന്നെ സിനിമയുടെ സപ്പോർട്ടിനായിട്ട് അവരുടെ എല്ലാവിധ സഹായങ്ങളും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. റിലീസിലും അതുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അവർക്ക് പുറമെ നിങ്ങളെല്ലാവരും ഈ സിനിമ കാണാനുള്ള മനസ്സ് കാണിക്കണം, എല്ലാവരോടും പറയണം. പാട്ടും ട്രെയിലറും ടീസറും എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം. എല്ലാവരും തിയേറ്ററിലേക്ക് വരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജയ് ഗുരുദേവ്.